മലയാളത്തിലെ പ്രശസ്തമായ ഒരു യുവനടിയും ടെലിവിഷൻ അവതാരികയുമാണ് മീര. മലയാളം ടെലിവിഷൻ പരിപാടികളുടെ അവതരണത്തിലൂടെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവേശിച്ച മീര, മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. 2 വർഷമായി ദുബായിലെ റേഡിയോ കമ്പനികളിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. മീര നന്ദകുമാർ എന്നാണ് മുഴുവൻ പേര്. 1990 നവംബർ 26-നാണ് മീര ജനിച്ചത്. ഇപ്പോൾ വയസ്സ് 33. എറണാകുളത്താണ് ജനനം. അഭിനേത്രി, റേഡിയോ ജോക്കി എന്നീ നിലകളിൽ മീര തിളങ്ങിയിട്ടുണ്ട്. 1990 നവംബർ 26-ന് നന്ദകുമാറിൻ്റെയും മായയുടെയും മകളായി എറണാകുളത്തെ എളമക്കരയിൽ പെരുന്തു എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അർജുൻ നന്ദകുമാറാണ് സഹോദരൻ. മീര സ്കൂൾ വിദ്യാഭ്യാസം ഇളമക്കരയിലെ ഭവൻ വിദ്യാമന്ദിറിലാണ് നടത്തിയത്. അക്കാലത്താണ് മുല്ല എന്ന സിനിമ ചെയ്തത്. തുടർന്ന് സെൻറ്റ് തെരേസാസ് കോളേജിലെ ബിരുദ പഠനത്തിനു ശേഷം മണിപ്പാൽ സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയെടുത്തു. വീടിനടുത്തു തന്നെയുള്ള സംഗീത അധ്യാപികയെ ലീലയിൽ നിന്നാണ് ആദ്യം സംഗീതം അഭ്യസിച്ചത്. ലൈസൻസ് എന്ന സിനിമയിൽ ആദ്യമായി സിനിമാ ഗാനവും ആലപിച്ചു. പ്രശസ്ത നടി ദിവ്യ ഉണ്ണിയുമായി വിദൂരമായ ഒരു കുടുംബബന്ധം മീരയ്ക്കുണ്ട്. 2015 ദുബായിൽ റെഡ് FM എന്ന കമ്പനിയിൽ റേഡിയോ ജോക്കിയായി ജോലി തുടങ്ങി. പിന്നീട് ഇപ്പോൾ ഗോൾഡ് FM എന്ന റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ ജോക്കിയായി വർക്ക് ചെയ്തു വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മീര സിനിമകളിലും പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗറിൽ അവതാരികയായിട്ടാണ് മീര മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നത്. 2008 ലാൽ ജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. 2024 ജൂൺ 29 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടന്നു. ശ്രീജു എന്നാണ് വരൻ്റെ പേര്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം. ഒരു മാട്രിമോണി വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത്. മാതാപിതാക്കൾ പരസ്പരം സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും സംസാരിച്ച് പിന്നീട് മുൻപോട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്. ഹസ്ബൻഡ് ലണ്ടനിൽ ഒരു അക്കൗണ്ടൻ്റായാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.